സ്വാഗതം. ധാരാളം സ്കൂൾ വിദ്യാർത്ഥികളുടെ ആധാർ വിവരങ്ങൾ അപൂർണമാണ്. 5 വയസ്സും 15 വയസ്സും കഴിയുമ്പോൾ ബയോമെട്രിക് രേഖകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ധാരാളം വിദ്യാർത്ഥികളുടെ ആധാർ വിവരങ്ങൾ അപൂർണമാണ്. ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തതാണ് കാരണമെന്ന് IT മിഷൻ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആധാറിൻ്റെ നോഡൽ ഏജൻസിയാണ് IT മിഷൻ. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ജനന സമയത്തോ അതിനുശേഷമോ ആധാർ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കാറില്ല. മാതാപിതാക്കളുടെ ആധാർ രേഖ പ്രകാരം കുട്ടികൾക്ക് ആധാർ നൽകുകയാണ് ചെയ്യുന്നത്. 5 വയസ്സ് കഴിയുമ്പോഴും 15 വയസ്സ് കഴിയുമ്പോഴും ബയോമെട്രിക് രേഖകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നതാണ് നിബന്ധന. ഒരു കുട്ടിക്ക് 1 വയസ്സിൽ കൂടുതലായെങ്കിൽ മാത്രമേ ആധാർ കാർഡ് ലഭിക്കുകയുള്ളൂ. 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കാറില്ല. കാരണം 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിരലടയാളങ്ങളും മറ്റും മാറിക്കൊണ്ടിരിക്കും. കുട്ടികൾക്ക് 5 വയസ്സ് കഴിഞ്ഞാൽ വിരലടയാളവും ഐറിസ് സ്കാനും മറ്റും നടത്തി ആധാറിൽ ചേർക്കുന്നതാണ്. ഇങ്ങനെ ചേർക്കുമ്പോൾ ആധാർ കാർഡ് നമ്പറിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല. ഒരു കുട്ടിക്ക് 15 വയസ്സ് പൂർത്തിയായ ശേഷം ബയോമെട്രിക് വിവരങ്ങൾ ഒരിക്കൽ കൂടി ശേഖരിക്കുന്നതാണ്. ഇതായിരിക്കും അംഗീകൃതമായ അവസാനത്തെ വിവരങ്ങൾ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായാണ് ആധാർ കാർഡ് നൽകുന്നത്. ആധാർ ലഭിക്കുന്നതിനായി അടുത്തുള്ള ആധാർ കേന്ദ്രം സന്ദർശിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഓൺലൈനായി ആധാർ എൻറോൾ ചെയ്യാവുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് വിരലടയാളങ്ങളോ റെറ്റിന സ്കാനുകളോ ആവശ്യമില്ല. പകരം അവരുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകുന്നതാണ്. എന്നാൽ മുതിർന്ന വ്യക്തികൾക്ക് വിരലടയാളങ്ങളും റെറ്റിന സ്കാനുകളും ആവശ്യമുള്ളതിനാൽ തന്നെ ആധാർ കേന്ദ്രങ്ങളിൽ എത്തേണ്ടതുണ്ട്. കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആശുപത്രിയുടെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റോ സ്കൂളിൻ്റെ ID കാർഡോ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ മാതാപിതാക്കളിൽ ഒരാൾക്ക് ആധാർ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് പോലുള്ള സാധുതയുള്ള ഒരു തിരിച്ചറിയൽ രേഖ ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു കുട്ടിയുടെ ആധാർ കാർഡിനായി അപേക്ഷിക്കുന്നതിന് അധികം രേഖകളൊന്നും ആവശ്യമില്ല. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെ മാതാപിതാക്കളുടെ ആധാർ കാർഡ് വിശദാംശങ്ങൾ, കുട്ടിയുടെ മാതാപിതാക്കളുടെ മേൽവിലാസം, കുട്ടിയുടെ മാതാപിതാക്കളുടെ തിരിച്ചറിയൽ രേഖ എന്നിവയാണ് ആവശ്യം. 5-ാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ 7 വയസ്സിനുള്ളിലും 15 വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ 17 വയസ്സിനുള്ളിലും നടത്തിയാൽ മാത്രമേ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭിക്കുകയുള്ളൂ. സ്കൂൾ, കോളേജ് തലത്തിൽ നിന്ന് ലഭിക്കുന്ന സർക്കാർ സ്കോളർഷിപ്പുകൾക്ക് ആധാർ നിർബന്ധമാണ്. കൂടാതെ സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്കും ആധാർ നിർബന്ധമാക്കിയിരിക്കുകയാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരം പ്രവർത്തിക്കുന്ന പാചകക്കാർ, സഹായികൾ, പദ്ധതിയുടെ ഉപഭോക്താക്കളായ വിദ്യാർത്ഥികൾ എന്നിവർക്കും ആധാർ നിർബന്ധമാണ്. ആധാർ കാർഡ് ഇല്ലാത്ത സ്കൂൾ കുട്ടികൾക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം നൽകാനാകില്ലെന്ന് മാനവ വിഭവ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആധാർ നമ്പർ ഉണ്ടെങ്കിലും ഈ 2 ഘട്ടങ്ങളിലും വിരലടയാളം, കൃഷ്ണമണി എന്നിവ ഉൾപ്പെടെയുള്ള ബയോമെട്രിക് വിവരങ്ങൾ
അപ്ഡേറ്റ് ചെയ്യാത്ത കുട്ടികളുടെ ആധാർ റദ്ദാകുന്നതാണ്. ചൈൽഡ് ആധാറിൽ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കാത്തതിനാൽ പലർക്കും ഇത് സംബന്ധിച്ച് SMS ഓർമ്മപ്പെടുത്തലുകളും ലഭിക്കാറില്ല. ജനന സമയത്ത് ആധാർ എടുത്ത കാര്യം മറന്നു പോകുന്നതിനാൽ ചിലർ കുട്ടികൾക്ക് വീണ്ടും ആധാർ എടുക്കുന്നത് ആധാർ ഇരട്ടിപ്പിനും കാരണമാകുന്നു. ഇതെല്ലാം സ്കൂൾ കണക്കെടുപ്പിൽ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. സ്കൂൾ തസ്തിക നിർണയത്തിൻ്റെ ഭാഗമായുള്ള കണക്കെടുപ്പിലാണ് ധാരാളം വിദ്യാർത്ഥികളുടെ ആധാർ രേഖകളിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയത്. ഇത്തരത്തിൽ ആധാർ രേഖയില്ലാത്ത കുട്ടികൾക്ക് മറ്റു രേഖകളുടെ അടിസ്ഥാനത്തിൽ അംഗീകാരം നൽകുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് അവസരം നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ ആധാറുമായി ചുവടെ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. കുട്ടികളുടെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും നിർബന്ധമായും ആധാർ ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഓരോ തവണയും 2 വർഷം വരെ ആധാർ പുതുക്കാൻ കാലയളവ് ഉണ്ടായിരിക്കും. അതായത് 17 വയസ്സിലും പുതുക്കൽ നടന്നില്ലെങ്കിൽ ആധാർ റദ്ദാകുന്നതാണ്. സ്കോളർഷിപ്പുകൾ, റേഷൻ കാർഡിലെ പേര് ചേർക്കൽ, സ്കൂൾ അല്ലെങ്കിൽ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ്, PSC പരീക്ഷകൾ, ഡിജി ലോക്കർ, പാൻ കാർഡ് എന്നിവയ്ക്ക് ആധാർ കാർഡ് നിർബന്ധമാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.